ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ നായകനും സൂപ്പർ താരവുമായ വിരാട് കോഹ്ലി വീണ്ടും രഞ്ജി ട്രോഫി ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുന്നു. ഏകദേശം 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കോഹ്ലി രഞ്ജി ട്രോഫിയിൽ ഡൽഹിക്കുവേണ്ടി കളിക്കാനിറങ്ങുന്നത്. ഈ തീരുമാനം കോഹ്ലിയുടെ കരിയറിൽ ഒരു നിർണായക വഴിത്തിരിവാകുമെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് സമീപകാലത്തെ ഫോം ഇല്ലായ്മ അദ്ദേഹത്തെ ഏറെ വിഷമിപ്പിച്ചിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി കോഹ്ലി ഫോമൌട്ടായി വിഷമിക്കുകയായിരുന്നു. ഒരു കാലത്ത് റൺമലകൾ തീർത്ത കോഹ്ലിക്ക് സമീപകാലത്ത് ഫോം നഷ്ടപ്പെട്ടത് ആരാധകരെയും ക്രിക്കറ്റ് ലോകത്തെയും നിരാശയിലാഴ്ത്തി. അതുകൊണ്ടുതന്നെ രഞ്ജി ട്രോഫിയിലെ പ്രകടനം കോഹ്ലിയുടെ കരിയറിൽ നിർണായകമാകും. ഈ സാഹചര്യത്തിലാണ് രഞ്ജി ട്രോഫിയിൽ കളിക്കാനുള്ള കോഹ്ലിയുടെ തീരുമാനം ശ്രദ്ധേയമാകുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിൽ കഴുത്തിന് വേദന അനുഭവപ്പെട്ടതിനാൽ കോഹ്ലിക്ക് കളിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പരിക്ക് പൂർണ്ണമായി ഭേദമായി താരം കളിക്കാൻ തയ്യാറെടുക്കുകയാണ്. ജനുവരി 30-ന് റെയിൽവേസിനെതിരെ നടക്കുന്ന മത്സരത്തിൽ കോഹ്ലി കളിക്കാനിറങ്ങും. കോഹ്ലിയുടെ സാന്നിധ്യം ഡൽഹി ടീമിന് വലിയ ആത്മവിശ്വാസം നൽകും. ഡൽഹി ടീമിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ ഈ തിരിച്ചുവരവ് സഹായിക്കും. ഈ സീസണിൽ രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തന്റെ ഫോം വീണ്ടെടുക്കാനാണ് കോഹ്ലിയുടെ ശ്രമം. രഞ്ജി ട്രോഫി പോലുള്ള ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ കളിക്കുന്നത് താരങ്ങൾക്ക് അവരുടെ ഫോം വീണ്ടെടുക്കാൻ സഹായിക്കാറുണ്ട്. അതുപോലെ സമ്മർദ്ദമില്ലാതെ കളിക്കാനും സ്വന്തം കഴിവുകൾ മെച്ചപ്പെടുത്താനും ഇത് അവസരം നൽകുന്നു. കോഹ്ലിയുടെ തിരിച്ചുവരവിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. രഞ്ജി ട്രോഫിയിൽ താരം എങ്ങനെ കളിക്കുമെന്നും പഴയ ഫോമിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുമോ എന്നും ഉറ്റുനോക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ. ഈ തീരുമാനം കോഹ്ലിയുടെ കരിയറിൽ പുതിയ ഉണർവ് നൽകുമെന്നും പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നും പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും പ്രതിബദ്ധതയും ഈ തിരിച്ചുവരവിൽ പ്രകടമാവുമെന്നും അവർ വിശ്വസിക്കുന്നു.